Hello students, let us consider the next important topic from module 1, that is challenges in embedded system design. Now what are the challenges which can be faced during the design of an embedded system? First is amount and type of hardware needed. Optimizing the requirements of microprocessors and single purpose processors in the system on basis of performance, power dissipation, cost and other design metrics are the challenges in a system design. A designer also chooses appropriate hardware, that is memory, peripherals, ports and buses, power source etc. taking into account the design metrics. ഇപ്പോൾ ഇവിടെ ഹാർഡ്വെയർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു റിക്വയർമെൻറ്റ് അതുപോലെ തന്നെ ആ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൺ ദ ബേസിസ് ഓഫ് ദ പെർഫോമൻസ് അതുപോലെ തന്നെ പവർ ഡിസിപ്പേഷൻ, ഓക്കെ, ദെൻ കോസ്റ്റ്, ഇതെല്ലാം വേണം കൺസിഡർ ചെയ്യാൻ. സോ അതെല്ലാം ചാലഞ്ചസ് തന്നെയാണ്, ഓക്കെ, ആ സിസ്റ്റം ഡിസൈനിന്. അതുപോലെ തന്നെ ഡിസൈനർ വിൽ ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഹാർഡ്വെയർ, അതായത് ഈ ഡിസൈൻ മെട്രിക്സ് കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഒരു ഹാർഡ്വെയർ ചൂസ് ചെയ്യുന്നത്. അത് മെമ്മറി ആവാം, പെരിഫറൽസ് അല്ലെങ്കിൽ പോർട്സ്, ബസ്സസ്, പവർ സോഴ്സ് എക്സെട്ര. നെക്സ്റ്റ് ഈസ് ഒപ്റ്റിമൈസിങ് പവർ ഡിസിപ്പേഷൻ ആൻഡ് കൺസംഷൻ. Power consumption during the operational and ideal state of system should be optimal. Okay, power consumption അതുപോലെ തന്നെ ഒപ്റ്റിമം ആയിരിക്കണം, അതായത് കൂടാനും പാടില്ല കുറയാനും പാടില്ല ആ രീതിയിൽ. അതായത് ഇവിടെ നമുക്ക് ഓപ്പറേഷണൽ സ്റ്റേറ്റ് ആയാലും ഐഡിയൽ സ്റ്റേറ്റ് ആയാലും അതിന് പവർ കൺസംഷൻ ആ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ടി വരും. ദെൻ പ്രോസസ് ഡെഡ്ലൈൻസ്. Meeting the deadline of all processes in the system while keeping the memory, power dissipation, processor clock rate and cost at minimum is a challenge. അതായത് ഇവിടെ ഓരോ പ്രോസസ്സിനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ പ്രോസസ്സിനും ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും, അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണമെന്ന്. അപ്പോൾ അത് ആ ഒരു സമയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും അവിടെ മെമ്മറി അതുപോലെ തന്നെ പവർ കൺസംഷൻ, ദെൻ ക്ലോക്ക് റേറ്റ് ആൻഡ് കോസ്റ്റ് അതെല്ലാം മിനിമം ആക്കി വേണം അത് കൺസിഡർ ചെയ്യാൻ. സോ അതൊരു ചാലഞ്ചാണ്. ദെൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അപ്ഗ്രേഡ് എബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ആൻഡ് അപ്ഗ്രേഡ് എബിലിറ്റി ഇൻ ഡിസൈൻ വൈൽ കീപ്പിംഗ് ദ കോസ്റ്റ് മിനിമം ആൻഡ് വിതൗട്ട് എനി സിഗ്നിഫിക്കൻറ്റ് എഞ്ചിനീയറിംഗ് കോസ്റ്റ് ഈസ് എ ചാലഞ്ച്. It allows different and advanced versions of a product to be introduced in the market. അതായത് ഇപ്പം ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഫ്ലെക്സിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ അപ്ഗ്രേഡിങ് എബിലിറ്റി. ഓക്കെ, അത് പക്ഷേ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോഴും അപ്ഗ്രേഡ് എബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോഴും കോസ്റ്റ് മിനിമം ആക്കി വെക്കുകയാണെങ്കിൽ അത് ഒരു ചാലഞ്ച് തന്നെയാണ്. കോസ്റ്റ് മിനിമം ആയിരിക്കണം, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോസ്റ്റ് ഒരു സിഗ്നിഫിക്കൻറ്റ് എഞ്ചിനീയറിംഗ് കോസ്റ്റ് ഇല്ലാതെ തന്നെ ഇത് ചെയ്യാൻ പറ്റണം, അതൊരു ചാലഞ്ചാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു ഫ്ലെക്സിബിൾ ആൻഡ് അപ്ഗ്രേഡ് എബിലിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് ഡിഫറെൻറ്റ് വേർഷൻസും അതുപോലെ തന്നെ അഡ്വാൻസ് വേർഷൻസും ആ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. റിലയബിലിറ്റി. ഡിസൈനിങ് എ റിലയബിൾ പ്രൊഡക്റ്റ് ബൈ അപ്രോപ്രിയേറ്റ് ഡിസൈൻ, ടെസ്റ്റിംഗ് ആൻഡ് തറോ വെരിഫിക്കേഷൻ ഇസ് എ ചാലഞ്ച്. ഇറ്റ് എൻഷുവേഴ്സ് ഇറ്റ്സ് ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് റിലയബിൾ ആണോ, ഓക്കെ, റിലയബിൾ ആണോ അത് കൺസിഡർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ഡിസൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് ആണ് അത് അപ്പോൾ ഒരു ചാലഞ്ചാണ്. അതിൻ്റെ ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയാണ് എൻഷുർ ചെയ്യാൻ പറ്റുക. ഓക്കെ, നൗ മെത്തേഡ്സ് യൂസ് ടു മീറ്റ് ദ ഡിസൈൻ ചാലഞ്ചസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചാലഞ്ചസ് കണ്ടു എന്തൊക്കെയാണ്, അപ്പോൾ അത് എങ്ങനെ മീറ്റ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്താണ്. ഫസ്റ്റ് ഇസ് ദ ക്ലോക്ക് റേറ്റ് റിഡക്ഷൻ. ദാറ്റ് ഈസ് പവർ ഡിസിപ്പേഷൻ typically reduces to 2.5 microwatt per 100 kilohertz of reduced clock rate. So reduction from 8000 kilohertz to 100 kilohertz reduces the power dissipation by about 200 microwatt. Okay. And by operating the clock at a lower frequency, the advantages are power loss due to heat generation reduces, then radio frequency interference reduces. അപ്പോൾ ഇവിടെ
ക്ലോക്ക് റേറ്റ് റിഡക്ഷൻ, അതായത് ക്ലോക്കിൻ്റെ ഫ്രീക്വൻസി കുറക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ യൂസ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അതായത് ഒരു 8000 കിലോ ഹെർട്സ് ഉള്ള റേറ്റ് സപ്പോസ് 100 കിലോ ഹെർട്സിലേക്ക് ആക്കുകയാണെങ്കിൽ പവർ ഡിസിപ്പേഷൻ ഒരു 200 മൈക്രോ വാട്ട് വരെ കുറക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലോക്ക് ഒരു ലോ ഫ്രീക്വൻസിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പവർ ലോസ്, അത് ഹീറ്റ് ജനറേഷൻ കാരണം പവർ ലോസ് കുറയും. ദെൻ റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫിയറൻസ് കുറയും. ഓക്കെ, ഇനി വോൾട്ടേജ് റിഡക്ഷൻ ഇൻ പോർട്ടബിൾ ഓർ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് കമ്പയർഡ് ടു 5 വോൾട്ട് ഓപ്പറേഷൻ, CMOS circuit power dissipation reduces by 1/6 in 2 volt operation. Thus, the time intervals needed for recharging the battery increases by a factor of 6. അതായത് ഇപ്പോൾ ഇവിടെ പോർട്ടബിൾ അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ആണെങ്കിൽ 5 വോൾട്ട് ഓപ്പറേഷൻ കമ്പയർ ചെയ്യുമ്പോൾ CMOS സർക്യൂട്ട് പവർ ഡിസിപ്പേഷൻ 1/6 കുറയും. അത് 2 വോൾട്ട് ആണെങ്കിൽ. അപ്പം 5 വോൾട്ടിന് പകരം 2 വോൾട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പവർ ഡിസിപ്പേഷൻ കുറയും. ദാസ് ദ ടൈം ഇൻ്റർവൽസ് നീഡഡ് ഫോർ റീചാർജിങ്, അതായത് ബാറ്ററി അതുപോലെ തന്നെ റീചാർജ് ചെയ്യേണ്ട അത്രയും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ടൈം ഇൻ്റർവൽ 6 ആയിട്ട് കൂട്ടാം. ഓക്കെ, ദെൻ വെയിറ്റ്, സ്റ്റോപ്പ് ആൻഡ് ക്യാഷെ ഡിസേബിൾ ഇൻസ്ട്രക്ഷൻസ്. An ES or the embedded system may need to be run continuously without being switched off. Total power consumption by the system while in running, waiting and idle states should be limited. A microcontroller must provide for executing wait and stop instruction for the power down mode. Power dissipation can be reduced by operating the system at the lowest voltage levels in the idle state and selecting power down mode in that state. Another method is to disable the use of certain structural units of the processor. For example, cache. അതായത് പവർ കൺസംഷൻ ആക്ച്വലി ലിമിറ്റഡ് ആയിരിക്കണം. അതിപ്പം റണ്ണിങ് സ്റ്റേറ്റ് ആണെങ്കിലും വെയിറ്റിംഗ് സ്റ്റേറ്റ് ആണെങ്കിലും ഐഡിൽ സ്റ്റേറ്റ് ആണെങ്കിലും ലിമിറ്റഡ് ആയിരിക്കണം. ആൻഡ് അതായത് ഒരു മൈക്രോ കൺട്രോളർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു വെയിറ്റ് ആൻഡ് സ്റ്റോപ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം ഫോർ ദ പവർ ഡൗൺ മോഡ്. ഓക്കെ, പവർ ഡൗൺ മോഡ് എന്ന് പറയുമ്പോൾ അത് ആ സമയത്ത് അധികം ഓപ്പറേഷൻസ് ഒന്നും നടക്കാതിരിക്കാൻ വേണ്ടി വെയിറ്റ് ആൻഡ് സ്റ്റോപ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ദെൻ പവർ ഡിസിപ്പേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഓപ്പറേറ്റിംഗ് ദ സിസ്റ്റം അറ്റ് ലോവസ്റ്റ് വോൾട്ടേജ് ലെവൽ. വോൾട്ടേജ് ലെവൽ ഏറ്റവും കുറവ് വോൾട്ടേജ് ലെവലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ പവർ ഡിസിപ്പേഷൻ കുറക്കാൻ പറ്റും. ആൻഡ് അനദർ മെത്തേഡ് ഇസ് ടു ഡിസേബിൾ ദ യൂസ് ഓഫ് സർട്ടൻ സ്ട്രക്ചറൽ യൂണിറ്റ്സ്. അപ്പോൾ ക്യാഷെ അതായത് പോലത്തെ സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് ആ ഒരു ഈ ഒരു ചാലഞ്ചസ് മീറ്റ് ചെയ്യാൻ പറ്റും.